അമ്മായി സത്യം പറഞ്ഞാണ്ടല്ലോ കുഴിപ്പളത്തുണ്ടല്ലോ രാവിലെ ഭയങ്കര രസാ. ഞാനും കുഴിപ്പളത്തമ്മയും രാവിലെ ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറുമല്ലോ, അപ്പൊ ഒരു ചർച്ച അവിടെ നടക്കും. രാവിലെ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യും, എന്തൊക്കെ ഉണ്ടാക്കണം എന്ന്. ഇപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മ ഇഡലി ഉണ്ടാക്കും, ഇപ്പൊ ഞാൻ ഇഡലി ഉണ്ടാക്കുവാണെങ്കിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ദോശ ആരരയ്ക്കും ആര് ചുടും, ഇങ്ങനത്തെ വലിയൊരു ചർച്ചയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ രാവിലെ ഒരു 8-9 മണിക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ലച്ചുവേ, അറിയാത്തോണ്ട് ചോദിക്കണേണ്, അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? എന്താ? അല്ല, നിനക്കൊന്നും ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, എല്ലാം അമ്മയല്ലേ ചെയ്യണത്. അമ്മയ്യേ വേണ്ട കേട്ടാ. പറ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നാണ് ആദ്യത്തെ ചർച്ച. മീൻകറി ആണെങ്കിൽ മീൻകറി, ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി ആണെങ്കിൽ മട്ടൻ കറി, ആര് പോയി വാങ്ങും, ആര് പോയി കറി ഉണ്ടാക്കും, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ചർച്ച. ലഞ്ചും ഒരു മണി, മാക്സിമം 1 മണി, 1 മണിക്ക് മുന്നേ ലഞ്ചും റെഡിയാവും. എന്താണ് ഭയങ്കര വായുകോപമാണല്ലോ? എന്താന്നറിയത്തില്ല, വായു ഇങ്ങനെ ഉരുണ്ട് കയറി വരുന്നു. അതെ പ്രായമായില്ലേ അതിന്റെ. ലച്ചു, നീ എന്റെ മെക്കിട്ട് കയറാതെ നീ എന്തോ പറഞ്ഞോണ്ടിരുന്നെന്ന് വെച്ചാ അത് പറ. എന്തോ പറഞ്ഞേ? 1 മണിയാവുമ്പോഴത്തേനും ഉച്ചക്കത്തേനുള്ളത് റെഡി ആവുമെന്ന്. അപ്പൊ രാത്രിയിലത്തേക്കിനുള്ളത് 7 മണിയാവുമ്പോഴത്തേന് റെഡി ആവുമോ? റെഡി ആവുമെങ്കിൽ എന്തായാലും പടവലത്തെ പോലൊന്നും അല്ല. അമ്മായി കേക്കണം, പടവലത്ത് അപ്പൂപ്പൻ ഉണ്ടായിരുന്ന സമയത്തെ അപ്പൂപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നത് ചിലപ്പോ ഒരു 1:30-2 മണി 3 മണി നേരത്തൊക്കെ ആയിരിക്കും. ആ സമയത്തും പടവലത്തെ അടുക്കളയിൽ ഊണ് റെഡി ആയിട്ടുണ്ടാവൂല. ഇനിയിപ്പോ റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ വല്ല കഞ്ഞിയോ പയറോ പപ്പടോ, ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ ആ പാവത്തിന് വല്ല മുളകും ചതച്ചു കൊടുക്കും. അതെപ്പോഴാ അങ്ങനെ സംഭവിച്ചത്? ദേ, കെട്ടിച്ചു വിട്ടതാണെന്നും ഒരു കൊച്ചിന്റെ അമ്മയാണെന്നും ഞാൻ നോക്കത്തില്ല, അടിച്ചു പെരുത്തുകളയും കേട്ടാ. അമ്മ കനകം മിണ്ടാതെന്നോണം കേട്ടോ. ആ വിളി കണ്ട ഒരുമാതിരി ഫ്യൂഡൽ വിളി. എനിക്ക് ചെലച്ചൂടെ ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോ ഇങ്ങനെ പേര് തെരച്ചു കയറി വരും. നീ എന്തോ പറഞ്ഞേ? ഫ്യൂഡലോ? ഇങ്ങോട്ടോ അത്. ഞങ്ങളൊക്കെ പ്രായമുള്ളവരോട് വിനയത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. അതെ, എന്താണ് ഇവിടെ ഒരു വഴക്ക് ബഹളം? എന്താ കാര്യം? അല്ല, അമ്മയും ലച്ചു ഉള്ളടത്ത് എന്തായാലും ഒരു വാക്കേറ്റം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമല്ലേ. വാക്കേറ്റം മാത്രമല്ല, ഇനി ചിലപ്പോ കയ്യേറ്റം ഉണ്ടാവും. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവളൊന്നും പറയാൻ നിക്കണ്ട. നീ പറഞ്ഞ ഇവിടെ ഒരു അടി അടക്കും. நீங்க 2 பேரும் அங்க போங்க, நாங்க இங்கத்த வேலை எல்லாம் செய்யறோம், அதான் நல்லது. நாங்க இங்கத்த வேலை என்ன செய்ய போற? நீங்க புட்டு நான் செய்வேன். സിദ്ധു വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. ലച്ചോ വാ. വരത്തില്ലെന്ന്. ലച്ചു അപ്പോ ലച്ചൂസേ മര്യാദയ്ക്ക് വരാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന്. പിന്നെന്ത്? ലച്ചു நல்ல குழந்தை தானே, செல்லுமா. മനപ്പൂർവ്വം എറിഞ്ഞതല്ല, അത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോ അത് അറിയാതെ കൈതട്ടി അങ്ങനെ പോയതാ. നിന്റെ അടുത്തോട്ട് പാത്രം വന്ന് പറഞ്ഞായിരുന്നോ താഴെത്തട്ടി താഴെയിടാൻ? ഇല്ല. അമ്മമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? ഞങ്ങളുടെ മര്യാദ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നില്ല, പിന്നെ എന്തിനാ എല്ലാവരും കൂടെ കയറി വന്നത്? അപ്പൊ ഞങ്ങൾ കയറി വന്നതാ പ്രശ്നം ഇപ്പം? ലച്ചു നീ ചെല്ല്. അല്ലെങ്കിലും പോവാ, ഇവിടെ നല്ലേ ശരിയാവില്ല. എന്താ ഈ പാത്രം എങ്ങനെയാന്നോ ഇവിടെ ഇരുന്നേ അതുപോലെ എടുത്ത് വെച്ചിട്ട് പോയാ മതി. കണ്ടോ, അവളെടുത്ത് വെച്ചിട്ട് പോയത് കണ്ടോ? എന്നോടുള്ള ദേഷ്യം തീർത്തതാ അത്. എന്റെ പൊന്നമ്മ, അമ്മ ഒന്നും മിണ്ടാതിരി, വെറുതെ അടി ഉണ്ടാക്കാതെ. എന്റെ അമ്മമ്മ ചില നേരത്തെ ഇവിടെ സ്വഭാവം കാണുമ്പോ ഉണ്ടല്ലോ. സിദ്ധുവേ, ഈ കാര്യം പറഞ്ഞ് വെറുതെ നീ അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോവല്ലേ. ഗൗരി, നീ ഒന്നും മിണ്ടായിരുന്നേ. മോനും ചില സമയത്ത് തോന്നിയിട്ടില്ല അങ്ങനെ? പണ്ടൊരു ദിവസം ഇതുപോലെ പടവലത്ത് വന്നു, ഞങ്ങളെല്ലാരും കൂടെ അടുക്കളയിൽ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ഏതാണ്ട് ഞാൻ പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല. അവൾ അവിടെ കിടന്ന പാത്രം എല്ലാം കൂടെ വാരി നിലത്തോട്ട് അടിച്ചിട്ട് ഒറ്റ പോക്ക്. എന്തൊരു ദേഷ്യമാണെന്നറിയാമോ ചില നേരത്ത്. அது அம்மா சொன்னது ரொம்ப கரெக்ட் தான் அம்மா. சில டைம்ல லெச்சுக்கு கோவம் வந்தா
ഇരിക്കുവായിരുന്നോ? அம்மா எல்லா தேங்காயும் காஞ்சிருக்கம்மா, இவ்வளவுதான் நல்லதா இருக்கு. അത് കുഴപ്പമില്ല, നാളെ പടവലത്ത് പോയി കുറെ വെട്ടിക്കൊണ്ട് വരാം. என்னம்மா அப்படி இப்படி பாக்குறீங்க, என்னாச்சு? ഞാനേ അടുക്കളയിലോട്ട് വന്നപ്പോഴേ വെച്ചോടെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോഴേ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പിന്നെ എന്തൊക്കെ എടുക്കുന്നു വെക്കുന്നു. ഞാൻ നോക്കിയപ്പോ നീയും അവിടെ ഇല്ല. ഞാനിങ്ങ് പോരുന്നു. அம்மா இன்னைக்கு முழுசா அவளுக்கு கோவமா இருக்கும். அது வேற, நான் அவளை பத்தி சொல்லிட்டு இருக்கும்போது கரெக்டா வந்து நின்றா. என்னோட உசிரே போச்சம்மா. ഇവിടെ വന്നിരുന്ന അവളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണ. നീ അടുക്കളയിലുണ്ടോ? ഞാൻ അങ്ങോട്ട് വന്നപ്പോ അവൾ അങ്ങോട്ട് പോയി. അയ്യോ, ഞാനിനി ഒന്നും മിണ്ടാൻ പോകത്തില്ല. ഇനി എന്തോ മിണ്ടാനാ, പറയാവളെല്ലാം പറഞ്ഞല്ലോ. ഓ, ഒരാളിന്റെ കഴിഞ്ഞു, ഇനി അടുത്ത ആള് വന്നോ? എന്റെ പൊന്നമ്മ, എനിക്ക് അമ്മയുടെ തടി ഉണ്ടാക്കാനൊന്നും വയ്യ. അമ്മ അവക്ക് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ. പാവമാണ്, അവക്ക് എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ് അമ്മ. கௌரி, நீ சொன்ன மாதிரி தான், அம்மாவும் அப்படியே தானே. கோவம் வந்துன்னா அவ்வளோ கோவம், பாசம்னா அவ்வளோக்கா பாசம். அவங்க பேத்தி தானே, அப்படிதான் இருப்பா. പേത്തിയൊക്കെ തന്നെ. ചില നേരത്തെ അവിടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ രണ്ടുപേരോട് ആജന്മ ശത്രുക്കളാന്ന് തോന്നിപ്പോവും. അമ്മയായിട്ടിന് ഓരോന്നും പറഞ്ഞ് അടി ഉണ്ടാക്കാൻ പോവല്ലേ. അപ്പൊ ഞാനാണോ അടി ഉണ്ടാക്കാൻ പോന്നേ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അയ്യോ, അന്തം വിട്ടുള്ള ഉത്തരവാട്ടോ. അമ്മുമ്മ മുട്ടം വിഷയവാ. അവളെ അവിടെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു. എന്നിട്ട് എടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ പൊക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കാണിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ അവളുടെ ദേഷ്യം കാണിക്കുക. പക്ഷെ എന്ത് ചെയ്തിട്ടാ നേരത്തിൽ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കണേ? ഞാൻ ഈ വിഷയത്തിലില്ലേ. നമ്മളൊന്നിനുമില്ലല്ലോ, എല്ലാത്തിലും കൂടെ നിൽക്കുകയും ചെയ്യും, തക്കം വരുമ്പോ കാല് മാറുകയും ചെയ്യും. എന്റെ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഒരു 100 തവണ പറഞ്ഞ് എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ, എന്റെ അടുത്തൊന്നും സംസാരിക്കാൻ വരല്ലേ. ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒന്നും വായി കയറി ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല അമ്മ, എന്നാൽ ഒരു കാരണവുമില്ലാതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എനിക്ക് മനസ്സിലാവാത്തെ. அது அப்படிதான் சித்து. ஒரு வாட்டி அவ ஏதோ சொன்னப்போ நான் தெரியாதனமா சிரிச்சேன். அதுக்கு அவ என்ன இப்படி முறைச்சு பார்த்தா. എന്നിട്ട് ஒரே ஒரு கேள்வி, நாளைக்கே மதுரைக்கு போனோமான்னு. അങ്ങനെ പറഞ്ഞു അവള്? അമ്മുമ്മ, അവൾ അങ്ങനെ പറയും. ഇതുപോലൊരു ദിവസമേ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതിനിടയ്ക്ക് അവൾ എന്റെ അടുത്ത് പറയുവാ കുഴിപ്പുളത്തേക്ക് ഇറങ്ങി പോടാന്ന്. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഇത് എന്തു ചെയ്യൂ? എന്തൊരു സ്വഭാവമായത്. அம்மா, നമ്മൾക്ക് നാളേക്കേ പടവലത്തില് പോலாம். തേങ്ങ എല്ലാം എടുത്തിട്ട് വരலாம். നാളെ പോവാ. അമ്മുമ്മ, പടവലത്ത് പോകുമ്പോഴേ ഞാനും വരാം. അമ്മ, നമുക്കൊരു കൂട്ടാവുമല്ലോ. സിത്തു, ഉനക്ക് തെന്നെ മരത്തിൽ ഏറെ தெரியுமா? പിന്നെ സൂപ്പറായിട്ട് തെങ്ങിയെ കയറും. ഗൾഫിന് ഇവന് പനയെ കയറലായിരുന്നല്ലോ പണി. അമ്മ എന്താ ഇവിടെ വെക്കണേ? അല്ല, നീ അങ്ങോട്ട് പോയപ്പം ഞാൻ അവിടെ വെറുതെ നിന്നപ്പോ ഇങ്ങോട്ട് വന്നു. എന്തുവാ മോനെ, നാളെ പടവലത്ത് പോകുമ്പോഴേ നമുക്കൊരു വണ്ടി വിളിച്ചങ്ങ് പോകാം. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അക്കൂട്ടത്തിലേ കുറച്ച് വിറവും കൂടെ എടുത്തോണ്ട് പോരാ. കറിയാന്റിയെ, ആന്റി എന്താ കറങ്ങി ഇവിടെ തന്നെ നിക്കണേ? അടുക്കളയിൽ കഴിക്കൊന്നും ഉണ്ടാക്കുന്നില്ല? കനകാന്റെ അടുക്കളയിൽ കഴിക്കാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ഭക്ഷണം ഉണ്ടാവത്തുള്ളൂ. എന്നാ സാറ് പോയി ഉണ്ടാക്ക്. എന്തേ കണ്ണൊക്കെ തള്ളി പുറത്തു വന്നല്ല? അമ്മായി, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. വാ, ഞാൻ അമ്മായിനെ ഹെൽപ്പ് ചെയ്യാം. അമ്മായി വാ, ഇവിടെ വാന്ന്. അയ്യോ, എല്ലാം കൊട്ടത്തേങ്ങയാ, ഒന്നുമില്ല നല്ലത്. കനകാന്റിയെ, സുഖല്ലേ? അതവിടെ ഇട്ടിട്ട് പോ. എന്താ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ ചെയ്തു. ഓ,